അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണം. ഓരോ ദിവസവും അതിൻ്റെ പുതിയ പുതിയ വാർത്തകൾ, അപ്ഡേഷനുകൾ വരുമ്പോൾ ഓരോരുത്തരും, ജനങ്ങൾ മുഴുവനും, മനുഷ്യ സമൂഹം മുഴുവനും എന്താണ് അതിൻ്റെ പുതിയ വാർത്ത, എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് അന്വേഷിക്കാൻ വേണ്ടി, അറിയാൻ വേണ്ടി എല്ലാവരും ധൃതി കൂട്ടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, പഹൽഗാം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്ത് വളരെയധികം സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ തൻ്റെ കുടുംബത്തോടൊപ്പം, തൻ്റെ ഭർത്താവിനോടൊപ്പം, തൻ്റെ ഭാര്യയോടൊപ്പം വളരെ ആവേശത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ വന്ന 26 ജീവനുകളാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. നമുക്കത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സങ്കടം തോന്നുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അങ്ങനെ കൊല്ലുവാനും മതം നോക്കിയോ, ജാതി നോക്കിയോ, വർണ്ണം നോക്കിയോ, വർഗം നോക്കിയോ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒരാളെ വേദനിപ്പിക്കുകയോ കൊല്ലുകയോ അടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സംഘടനയുണ്ടെങ്കിൽ, ഒരു മതമുണ്ടെങ്കിൽ, നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം, എൻ്റെ പ്രിയമുള്ള ഒരു മതം അതിന് പറയുന്നുണ്ടെങ്കിൽ, ഒരു സംഘടന അതിന് വേണ്ടി പറയുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദമാണ്. അത് തന്നെയാണ് ജീവിതത്തിലെ, സമൂഹത്തിലെ നന്മകളെ നഷ്ടപ്പെടുത്തുന്നത് എന്ന് സ്വയം നമ്മളൊന്ന് മനസ്സിലാക്കണം. അങ്ങനത്തെ ആളുകൾക്ക് അതിന് കഴിയുകയുള്ളൂ. മനസ്സിനകത്ത് നിന്ന് മനുഷ്യത്വം നഷ്ടപ്പെട്ടവർ, മറ്റുള്ളവരെ ആക്രമിക്കാൻ വേണ്ടി തുനിയുന്ന ആളുകൾ അവിടെ ഹൃദയത്തിനകത്ത് നന്മയില്ലാത്തവരാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ജമ്മു കാശ്മീരിൽ നടന്ന ആ ഒരു വലിയ ആക്രമണത്തെ ആരും തന്നെ അവിടുന്ന് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു മതമോ ഒരു സംഘടനയോ, സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിന്ന് ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ചില ആളുകൾ അത് ചിലതിലേക്ക് ചേർത്തി, ചില മതത്തിലേക്ക് ചേർത്തി, സംഘടനകളിലേക്ക് ചേർത്തി പറയുന്നുണ്ട്. 2008 മഹാരാഷ്ട്രയിലെ മലോഗാവിൽ 6 പേരെ ബോംബെറിഞ്ഞു കൊന്ന BJP പ്രവർത്തകൻ, മുൻ MP-യും കൂടെയായ പ്രജ്ഞാ സിംഗ് താക്കൂർ, അദ്ദേഹം ഹിന്ദുവായിരുന്നല്ലോ. അതിൻ്റെ പേരിൽ ഒരു ഹിന്ദുവിനെയും നമ്മൾ അവിടെ നിന്ന് രാജ്യദ്രോഹിയാക്കിയിട്ടില്ല. ഒരാളും തന്നെ ഒരു ഹിന്ദുവിനെയും അവിടെ നിന്ന് കുറ്റപ്പെടുത്തിയിട്ടില്ല, തീവ്രവാദിയാക്കി മാറ്റിയിട്ടില്ല. 2023 കളമശ്ശേരിയിൽ 8 പേരെ ബോംബെറിഞ്ഞു കൊന്ന ഡൊമിനിക് മാർട്ടിൻ, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നല്ലോ. ആ ക്രിസ്ത്യാനിയായതിൻ്റെ പേരിൽ ക്രിസ്ത്യാനി സമൂഹത്തെ മുഴുവനും ആരെങ്കിലും അവിടുന്ന് അവർ കള്ളന്മാരെന്ന് പറഞ്ഞോ, തീവ്രവാദികളെന്ന് പറഞ്ഞോ, രാജ്യസ്നേഹമില്ലാത്തവരെന്ന് പറഞ്ഞോ? ഇല്ല. ഇത് മനുഷ്യനിൽ, ചില മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണ്. അതിൽ ആ വ്യക്തിയെ മാത്രമാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത്. നമ്മുടെ ഒരു പ്രശ്നമുണ്ട്. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ, ഒരു മതത്തിൽ, ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ, എന്തെങ്കിലും പ്രത്യേക ജോലിയെടുക്കുന്നവരിൽ, ഇവരിലൊക്കെ എന്തെങ്കിലും അവിടെ നിന്ന് ഒരു പ്രശ്നങ്ങൾ വന്നാൽ, അരുതായ്മ വന്നാൽ, അത് അവരിലേക്ക് മുഴുവനും ചാർത്തി അവരെ മുഴുവനും ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം എൻ്റെ പ്രിയമുള്ളവരെ മനുഷ്യരിലുണ്ട്. ചിലത് മനുഷ്യനിലുണ്ടാകും, അതുവരെ ചില ആളുകളിൽ ഉണ്ടാകുന്നതാണ്. അതിൽ തെറ്റുകളാണെങ്കിൽ, ശരികളാണെങ്കിൽ അവരെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കുക. തെറ്റാണെങ്കിൽ അവരെ മാത്രം നമ്മൾ അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടത്. ശിക്ഷ കൊടുക്കേണ്ടതാണെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, കാശ്മീരിൽ ഭീകരരുടെ ഇരകളായിട്ട് അവിടെ നിന്ന് പിടഞ്ഞു വീണ ഓരോരുത്തർക്കും രക്ഷകരായി കടന്നു വന്ന പല ആളുകളുണ്ട്. ആ രക്ഷകരായി കടന്നു വന്നിരുന്ന ആളുകൾ മുഴുവനും ഓടി വരുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് കടന്നു വന്ന മുസ്ലിമീങ്ങളായിരുന്നല്ലോ. എന്തേ ആ മുസ്ലിമീങ്ങളെ പല ആളുകളും കണ്ടുപോകാത്തത്? അവിടെ നിന്ന് കശ്മീരിൻ്റെ മണ്ണിൽ താടി വെച്ചവനാണ് ഒരു തോക്ക് കൊണ്ട് അവിടെ നിറയൊഴിച്ചത് എന്ന് പറയുമ്പോൾ അത് മുസ്ലിമിൻ്റെ ദേഹത്തേക്ക് കടത്തിവിടുന്ന ചില ആളുകളെ കണ്ടല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ആത്മാർത്ഥമായിട്ട് രക്ഷാപ്രവർത്തനം നടത്തിയത് മുസ്ലിമീങ്ങളാണ്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങളത് ചില ആളുകൾ കാണാത്തത് എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുകയാണ്. ജാതിയുടെയും പേരിൽ, മതത്തിൻ്റെ പേരിൽ, വർണ്ണത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ എൻ്റെ പ്രിയമുള്ളവരെ ഒരിക്കലും തന്നെ പരിശുദ്ധമായ ഇസ്ലാം അവിടുന്ന് ആക്ഷേപിക്കാനോ അവഹേളിക്കാനോ പരിശുദ്ധ ദീനിൽ ഒരാൾക്കും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ അവൻ്റെ ഹൃദയത്തിലില്ല എന്ന് തന്നെ നമ്മൾ പറയണം. തൻ്റെ അയൽവാസി പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ, നീ വയറ് നിറക്കുകയാണെങ്കിൽ, അങ്ങനെ നീ ഭക്ഷണം കഴിച്ച് നിൻ്റെ വീട്ടിനകത്തിരിക്കുന്നുണ്ടെങ്കിൽ നീ എന്നിൽ പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച നേതാവിൻ്റെ അണികളാണ് ഓരോ മുസ്ലിമാനും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ജീവിതത്തിൽ സൗന്ദര്യവും ആശയാദർശങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്
പരിശുദ്ധമായ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്, ഇസ്ലാം മതം വിശ്വസിച്ച് ജീവിക്കുന്നവരെന്ന് പറയുന്നത്. മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വല്ലാത്ത സൗന്ദര്യമുള്ളവരായിരുന്നല്ലോ, വെളുത്തവരായിരുന്നല്ലോ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു നീഗ്രോ വർഗത്തിൽപ്പെട്ട ആളായിരുന്നല്ലോ, കറുത്തവനായിരുന്നല്ലോ. വർഗത്തിൻ്റെ പേരിൽ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വർഗീയത കാണിച്ചിട്ടില്ല, വിവേചനം കാണിച്ചിട്ടില്ല. രണ്ടുപേരെയും ഒരേ പാത്രത്തിൽ ഇരുത്തി, തൊട്ടടുത്തിരുത്തി ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ച പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഓരോ മുസൽമാൻ്റെയും നേതാവ്. പിന്നെ എങ്ങനെയാണ് ഒരു തീവ്രവാദത്തിന് പരിശുദ്ധമായ ഇസ്ലാം അവിടുന്ന് ആഹ്വാനം കൊടുക്കുന്നത്? അതെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്? മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത്? ഒരു മുസ്ലിമിനോ ഒരു ഇസ്ലാം മതത്തിലില്ലാത്ത കാര്യം അത് ഉണ്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരാണോ? അത് പഠിച്ച, അതിനെ മനസ്സിലാക്കിയ ആളുകൾ അതിലില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അംശം പോലും ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും കഴിയാത്ത ആളുകൾ അതിൽ ഇസ്ലാമിൽ അങ്ങനെയുണ്ട് എന്ന് പറയുന്നതാണോ ശരി? അതോ പഠിച്ച ആളുകൾ ഇല്ല എന്ന് പറയുന്നതാണോ ശരി? മനസ്സിലാക്കണം നമ്മൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നന്മ നൽകട്ടെ. പിന്നെയും പറയും മതത്തിൻ്റെ പേരിൽ വർഗീയത കാണിക്കുന്നുണ്ട് എന്ന്. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച കാര്യം എന്താണ്? മറ്റുള്ള മതസ്ഥരായ ആളുകളുടെ അവിടെ ദേവാലയത്തിൽ പോയിട്ട്, അവിടെ അമ്പലങ്ങളിൽ പോയിട്ട്, അവിടെ ബിംബങ്ങളെ, അവിടെ ആരാധനാലയങ്ങളെ, ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ കുറ്റപ്പെടുത്തരുത്, നിങ്ങൾ അവഹേളിക്കരുത് എന്ന് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇതൊക്കെ ഓർമ്മപ്പെടുത്തിയത് വെറുതെയാണോ? സമൂഹത്തോട് ഇത് പഠിപ്പിക്കുന്നത് വെറുതെയാണോ? നിങ്ങൾ അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിൽ അവിടുന്ന് 13-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ വിശ്വാസിയെയും ഓർമ്മപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും ഇന്നല്ലാഹു അലീമുൻ ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്താണ്. യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, എല്ലാ മനുഷ്യരെയും വിളിച്ചിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. സത്യവിശ്വാസികളെ എന്നല്ലല്ലോ അല്ലാഹു തആല പറഞ്ഞത്. അല്ലേ? എന്താ അല്ലാഹു തആല പറഞ്ഞു നോക്കൂ. മനുഷ്യരെ, മനുഷ്യ സമൂഹത്തോട് മുഴുവനാണ് പറയുന്നത്, ഒരു വിഭാഗത്തെ മാത്രം എടുത്തിട്ടല്ല. കാരണം അത്രത്തോളം നന്മയുടെ അധ്യായമാണ്, നന്മയുടെ വചനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിശ്ചയമായും നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ് അല്ലാഹു തആല പറയുന്നു. വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയാനുതകുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പല വിഭാഗങ്ങളാക്കിയിട്ടുണ്ട്, പല ഗോത്രങ്ങളാക്കിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് ഓർമ്മപ്പെടുത്തുന്നു, ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിശ്ചയമായും അല്ലാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ വെച്ച് ഏറ്റവും ആദരണീയർ എന്ന് പറയുന്നത് ഏറ്റവും അധികം തഖ്വയുള്ള ആളുകളാണ് എന്നാണ്. അങ്ങനെ അല്ലാഹു തആല പറഞ്ഞ തഖ്വയെ കുറിച്ചിട്ടാണ് ഓർമ്മപ്പെടുത്തിയത്. ഭയഭക്തിയുള്ളവരാണ്, അല്ലാഹുവിനെ മനസ്സിലാക്കി ജീവിക്കുന്നവരാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാൾക്ക് അത് കഴിയുമോ? അക്രമം കാണിക്കാൻ കഴിയുമോ? പരിശുദ്ധമായ ദീനിൽ വിശ്വസിക്കുന്നവർ മുഴുവനും അങ്ങനെയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്നിട്ട് ഇന്നല്ലാഹ അലീമുൻ ഖബീർ, നിശ്ചയമായും അല്ലാഹു എല്ലാം നന്നായി അറിയുന്നവനാണ്, സൂക്ഷ്മമായി സൂക്ഷ്മജ്ഞാനിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മോടിത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, എത്രത്തോളമാണ് ആ ഒരു കാര്യത്തെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന്, എത്രത്തോളമാണ് ഓരോ വിശ്വാസ സമൂഹത്തെയും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്ന്. അതിനുപരി മറ്റുള്ളവർ നമ്മെ കളിയാക്കുന്നവർ, നമ്മൾ തീവ്രവാദി എന്ന് പറയുന്നവർ, ഈ മുസ്ലിമിൻ്റെ പേര് വെച്ചിട്ട് പലതും പല ആളുകൾ ചെയ്യുമ്പോൾ അത് മുഴുവനും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ പല ആളുകൾ ചെയ്യുമ്പോൾ, ഇതെല്ലാം മുസ്ലിമീങ്ങളാണ്, ഇതെല്ലാം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് പല ആളുകൾ നടക്കുന്നുണ്ടല്ലോ. നിങ്ങളിതൊന്ന് മനസ്സിലാക്കണം. ഞങ്ങളെ പരിശുദ്ധമായ ദീൻ, നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട പരിശുദ്ധ ദീൻ ഒരിക്കലും തന്നെ അങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ച് അവിടുന്ന്
ചർച്ച ചെയ്യുന്നില്ല. മോശത്തരങ്ങളെക്കുറിച്ച്, അക്രമങ്ങളെക്കുറിച്ച്, തീവ്രവാദത്തെക്കുറിച്ച് അവിടുന്ന് നമ്മെ ഒരിക്കലും തന്നെ പഠിപ്പിക്കുന്നില്ല. പരിശുദ്ധമായ ദീൻ എന്ന് പറഞ്ഞാൽ അത് സത്യത്തിൻ്റെ മതമാണ്, സമാധാനത്തിൻ്റെ മതമാണ്, ശാന്തിയുടെ മതമാണ്, സഹിഷ്ണുതയുടെ മതമാണ്. സമാധാനവും എല്ലാം നിറഞ്ഞ ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്തുള്ള വിഷമങ്ങൾക്ക് മുഴുവനും പരിഹാരം പരിശുദ്ധമായ ഇസ്ലാം നൽകുന്ന പരിശുദ്ധമായ ദീനിൽ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട പരിശുദ്ധമായ ഒരു മതമാണ് പരിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. അക്രമം ഒരിക്കലും തന്നെ പരിശുദ്ധമായ ദീൻ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല, അനീതിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, വെറുപ്പിനെ അവിടുന്ന് ഒരിക്കലും, കളവുകളെ, കള്ളത്തരങ്ങളെ ഒരിക്കലും പരിശുദ്ധമായ ഇസ്ലാം അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തിയല്ലോ, നിനക്ക് കഴിവുണ്ട് എന്ന് വിചാരിച്ചിട്ട്, നിനക്ക് ആക്രമിക്കാൻ മറ്റുള്ളവരെ കഴിവുണ്ട്, നിനക്ക് സാമ്പത്തികമായിട്ട് കഴിവുണ്ട്, നിനക്ക് ശാരീരികമായിട്ട് പവറുണ്ട്, നിനക്ക് മസിൽ പവർ ഉള്ളവനാണ് എന്ന് വിചാരിച്ചു കൊണ്ട് ഒരിക്കലും തന്നെ നീ മറ്റുള്ളവരെ ആക്രമിക്കരുത് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നു, ആ അക്രമത്തിൻ്റെ മടക്കം എന്ന് പറയുന്നത്, നീ ഇവിടെ നിന്ന് ആക്രമിച്ച് നീ പോയാൽ വിശ്വാസികളോട് പറയാൻ, മോനെ, ദുനിയാവിൽ വെച്ച് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ അത് നിൻ്റെ കൈ കൊണ്ട് തന്നെ വേണമെന്നില്ല, നാക്ക് കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളെ കൊണ്ടാകാം, നിൻ്റെ നോട്ടം കൊണ്ടാവാം, നിൻ്റെ ചിന്തകളെ കൊണ്ടാവാം. മറ്റുള്ളവർക്ക് വേദനിക്കുന്നത് നീ ചെയ്തു കഴിഞ്ഞാൽ അവസാനം അത് നിന്നെ എത്തിക്കുന്നത് നരകത്തിലേക്കാണ്, ഖേദത്തിലേക്കാണ് നിന്നെ എത്തിക്കുന്നത് എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ടല്ലോ, ഇത്തഖുൽ ളുൽമ, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണം, നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണം. ഫഇന്നൽ ളുൽമ ളുലുമാതുൻ യൗമൽ ഖിയാമ, പരിശുദ്ധമായ പരലോകത്ത്, അള്ളാഹുവിൻ്റെ പരലോകത്ത്, ആ പരലോകത്തേക്ക് നീ കടന്നു വരുമ്പോൾ വലിയ ഇരുട്ടായിട്ടാണ്, വലിയ ഇരുളായിട്ടാണ് അക്രമം നിനക്ക് കാണിക്കപ്പെടുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അക്രമം ചെയ്തുകൊണ്ട് ദുനിയാവിൽ നിന്ന് ഒരാൾ നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ മുമ്പിൽ ഒരിക്കൽ പറയാൻ, സ്വഹാബത്തെ അക്രമം ചെയ്തിട്ട് ഒരാൾ കടന്നു വന്നു, ജനങ്ങൾക്ക് മുൻപിൽ അവന് ഒരുപാട് അക്രമം ചെയ്തവനാണ്, അങ്ങനെ എങ്ങാനും അവന് കടന്നു വന്നാൽ, അവൻ അക്രമിയായി നിലകൊണ്ടാൽ, നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ നിൽക്കും. അവന് സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ ആരൊക്കെയാണ് ദുനിയാവിൽ വെച്ചിട്ട് അവൻ്റെ പ്രവർത്തനം, സംസാരം, നോട്ടം, ചിന്ത തുടങ്ങിയത് കൊണ്ട് അവൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും അവൻ്റെ മുമ്പിലേക്ക് കടന്നു വരും. എന്നിട്ട് അവൻ്റെ നന്മകൾ, അവന് ഈ വിഷയം പറയും, എന്നെ അവൻ അടിച്ചവനാണ്, കുറ്റം പറഞ്ഞവനാണ്, തെറി പറഞ്ഞവനാണ്, നോട്ടം കൊണ്ട് വേദനിപ്പിച്ചവനാണ്, ആക്രമിച്ചവനാണ്, ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നീ ആക്രമിച്ച ആളുകൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ നന്മകൾ മുഴുവനും, ആക്രമിച്ചവൻ്റെ നന്മകൾ മുഴുവനും ആരെയാണോ ആക്രമിച്ചത് ആ ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് അത് വീതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എങ്ങാനും നിന്റെ ജീവിതത്തിൽ നിന്റെ നന്മകൾ മുഴുവനും അവിടെ നിന്ന് കഴിഞ്ഞാൽ, എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു, എന്നാലോ ആ വന്നിരിക്കുന്ന ജനങ്ങളുടെ മുഴുവനും തിന്മകളെ എടുത്തിട്ട് നിന്നിലേക്ക് രേഖപ്പെടുത്തി അവസാനം നിന്റെ നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിക്കണം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടോ നോട്ടം കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിച്ചാൽ പരിശുദ്ധമായ ദീൻ നമുക്ക് നൽകുന്ന താക്കീതാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയാക്കുമ്പോൾ അല്ലാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഇത്തഖീ ദഅവത്തൽ മദ്ലൂമി, മോനെ മുആദ് റളിയല്ലാഹു തആല അൻഹു, അക്രമിയുടെ പ്രാർത്ഥനയെ നീ സൂക്ഷിക്കണമെന്ന് പഠിപ്പിച്ച് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുത്തു. മുആദ്, അക്രമിയുടെ പ്രാർത്ഥന അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തട്ടിക്കളയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയും നീ ആക്രമിച്ചവനും ആ ആക്രമിക്കപ്പെട്ട പാവപ്പെട്ട മനുഷ്യനും അത് ഏത് മതക്കാരനായിക്കോട്ടെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. മുആദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാൻ, അവനും അല്ലാഹുവും തമ്മിൽ യാതൊരു മറയുമില്ലട്ടോ, അവർ പിന്നെ ഡയറക്റ്റ് ബന്ധമാണ് എന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തനങ്ങളെ കൊണ്ടോ മറ്റുള്ള
പ്രിയമുള്ളവരെ വേദനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നമുക്കറിയുമല്ലോ ഫിർഔനിന്റെ വാക്യം എന്തായിരുന്നു? അന റബ്ബുകുമുൽ അഅല, അന റബ്ബുകുമുൽ അഅല, ഞാനാണ് റബ്ബ്, എന്നെ എല്ലാവരും വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കാത്ത ആളുകളെ അവൻ മുഴുവനും ആക്രമിച്ചിരുന്നല്ലോ, അവൻ കൊന്നു കളഞ്ഞിരുന്നല്ലോ, മറ്റുള്ള സ്ഥലങ്ങളിൽ കൊന്നു തള്ളിയിരുന്നല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, ചുട്ടുപഴുത്ത മണലിലൂടെ അവൻ വലിച്ചിഴക്കുമായിരുന്നല്ലോ, തീകുണ്ടാരങ്ങളിലേക്ക് എറിയുമായിരുന്നല്ലോ. ഇങ്ങനെയൊക്കെ അക്രമങ്ങൾ ഫിർഔനിൽ വിശ്വസിക്കാത്ത ആളുകൾ അവന് ചെയ്തിട്ടുണ്ട്. ആ ഫിർഔനിൻ്റെ അന്ത്യം ഒന്ന് നോക്കൂ നിങ്ങൾ. ചെങ്കടലിൻ്റെ തീരത്തിലൂടെ കടന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടുത്തെ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നവരെ അവിടുന്ന് ആക്രമിക്കാൻ വേണ്ടി കടന്നു വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെങ്കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ ആ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും കടന്നു പോയ ആ വഴി അവിടുന്ന് കൂടി അവിടുന്ന് ഫിർഔനും സംഘവും അവിടുന്ന് ആ തടാകത്തിൽ അവിടുന്ന് മുങ്ങിത്താന്ന് അവിടുന്ന് ജീവൻ നഷ്ടപ്പെട്ടുവല്ലോ. ആ ഫിർഔനെ കുറിച്ച് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയതെന്ന് നോക്കൂ. പരിശുദ്ധമായ സൂറത്ത് യൂനുസിൽ 92-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാൻ, ഫൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ വ ഇന്ന കസീറൻ മിനൻ നാസി അൻ ആയാതിനാ ലഗാഫിലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? നിന്റെ ശരീരത്തെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ. ഫിർഔനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, നിന്റെ ശരീരത്തെ ഈ ചെങ്കടലിൻ്റെ തട്ടിൽ നിന്ന് ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. എന്തിന് വേണ്ടിയിട്ടാണ് രക്ഷപ്പെടുത്തുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് നമ്മോട് പറയാണ്, ഇത് മുൻഗാമികളായ ഒരുപാട് ആളുകളുണ്ട്, അവർക്കിതൊരു പാഠമാണ്, അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തിയല്ലോ. ഇന്നും നമുക്ക് ഈജിപ്തിലെ കെയറോ മ്യൂസിയത്തിലേക്ക് നോക്കൂ നിങ്ങൾ. ആ ഫിർഔനിൻ്റെ ശരീരം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നു കാലത്ത് പറഞ്ഞത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെളിവായിട്ടാണ് ഇന്നും നമുക്ക് ഈജിപ്തിലെ കെയറോ മ്യൂസിയത്തിൽ ഇന്നും നമുക്ക് ഫിർഔനിൻ്റെ ജഡം നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദീൻ പ്രചരിപ്പിക്കാൻ 1,00,000-ൽ പരം പ്രവാചകന്മാർ വന്നുകൊണ്ടല്ലേ പരിശുദ്ധമായ ദീൻ ഇവിടെ പ്രബോധനം നടത്തിയത്? ഏതെങ്കിലും ഒരു പ്രവാചകൻ മറ്റുള്ളവരെ ആക്രമിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അനീതിയെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ? അന്ധകാരത്തെയും ആഭാസങ്ങളെയും ഏതെങ്കിലും ഒരു പ്രവാചകൻ ഇവിടെ പ്രോത്സാഹിപ്പിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ സമൂഹത്തിൻ്റെ മുഴുവനും നിശാബോധത്തിൻ്റെ പടപ്പാട്ടുമായിട്ടല്ലേ അവിടുന്ന് എൻ്റെ പ്രിയമുള്ളവരെ പ്രവാചകന്മാർ മുഴുവനും കടന്നു വന്നത്. ഈ പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ലേ ഇന്നും ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് തീവ്രവാദമാകുന്നത്? പിന്നെ എങ്ങനെയാണ് പരിശുദ്ധമായ ദീൻ? ഒരിക്കലും തന്നെ ഈ പല ആളുകളും പറയുന്ന രീതിയിൽ വളരെ ആദ്യം അക്രമത്തിൻ്റെ മതമെന്ന് പറയുമ്പോൾ അത് അങ്ങനെയാണ് എന്ന് പറയാൻ എങ്ങനെയാണ് ഈ സമൂഹത്തിന് കഴിയുന്നത്? ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആളുകൾക്ക് എങ്ങനെയാണ് അതിന് പറയാൻ കഴിയുമോ? ഒരിക്കലും തന്നെ പറയാൻ കഴിയില്ല. ഒരു സമാധാനത്തിൻ്റെ, ഒരു ശാന്തിയുടെ മതം നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അത് പരിശുദ്ധമായ ഇസ്ലാമല്ലേ? ഹിന്ദുത്വത്തിൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ ഇന്നും പല ആളുകൾ സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്കൂ. എത്രയോ താടി വെച്ചവനെ കാണുമ്പോൾ പിന്നാലെ നടന്ന് കല്ലെടുത്തെറിയുന്നില്ലേ? കുത്തി പരിക്കേൽപ്പിക്കുന്നില്ലേ? അടിച്ചു പരിക്കേൽപ്പിക്കുന്നില്ലേ? ഒരു മുസ്ലിമിനെ നമുക്ക് കാണാൻ കഴിയുമോ? ഏതെങ്കിലും ഹിന്ദുവിൻ്റെ പിന്നാലെ നടന്ന് അടിക്കുന്നത് കാണാൻ കഴിയുമോ? മതത്തിൻ്റെ പേരിൽ വർഗീയത പറയുന്നത് കാണാൻ കഴിയുമോ? ഇല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സൗന്ദര്യത്തിൻ്റെ രാജ്യമാണ്. ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് ഇവിടെ എല്ലാ മതസ്ഥരുമുണ്ട് എന്നാണ്. മുസ്ലിമും പാസിയും സിഖുകാരനും ക്രൈസ്തവനും ഹൈന്ദവനും എല്ലാവരും ഒരുമിച്ച് കൂടി തോളോട് ചേർന്ന് നിൽക്കുന്ന, വളരെ ആനന്ദത്തോടെ ആവേശത്തോടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് പരിശുദ്ധമായ ഇന്ത്യ എന്നതാണ്. അത് തന്നെയാണ് ഇന്ത്യയുടെ സൗന്ദര്യം. ഇതൊരിക്കലും തല്ലിക്കെടുത്താൻ വേണ്ടി നിൽക്കരുത് എന്ന് തന്നെയാണ് പറയാനുള്ളത്. ജമ്മു കാശ്മീരിലേക്ക് പുറപ്പെട്ട, അവിടെ നമുക്കറിയാം അവിടെ കൊല ചെയ്യപ്പെട്ട ആളുകളുണ്ട്. അവിടെ നിഷ്ഠൂരമായി വേദനകൾ കടിച്ചു പിടിച്ച് ഇറക്കിക്കൊണ്ട് അവിടെ നിന്ന് ആ മരണത്തെ മുഖാമുഖം കണ്ട ആളുകളുണ്ട്. ആ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളുകൾ. അത് എത്ര മുസ്ലിമിൻ്റെ പേര് വെച്ചവനാകട്ടെ, പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചത് അവനെക്കുറിച്ച് അവൻ
നരകത്തിലാണ് എന്ന് തന്നെയാണ് പരിശുദ്ധ ദീൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അവനിക്കൊരിക്കലും തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കണ്ടെത്താൻ കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും പല തീവ്രവാദ ചിന്തകളിലൂടെ കടത്തിവിടുന്ന ആളുകൾ, ഇസ്ലാമിനെ പരിഹസിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, അവിടെ പോയിട്ട് ഈ തൻ്റെ പിതാവ് മരണപ്പെട്ട ഒരു സഹോദരി പറഞ്ഞല്ലോ അവിടെ നിന്ന്, എൻ്റെ പ്രിയമുള്ളവരെ, 2 സഹോദരങ്ങളെ ഞാൻ അവിടെ വിട്ടിട്ടാണ് ഞാൻ പോന്നത്. എൻ്റെ പിതാവ് അവിടെ നിന്ന് മരണപ്പെട്ടത് മുതൽ എൻ്റെ കൂടെ സ്വന്തം സുഹൃത്തിനപ്പുറം ഒരു സഹോദരനെ പോലെ ചേർത്ത് പിടിച്ചു നിന്ന 2 പേരെക്കുറിച്ച്, 2 പേരും മുസ്ലിമീങ്ങളായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ ഇന്നലെ വന്ന ഒരു വാർത്തയെ എൻ്റെ പ്രിയമുള്ളവരെ കാണാൻ ഇടയായി. കണ്ടപ്പോൾ വളരെയധികം, കേട്ടപ്പോൾ വളരെയധികം സങ്കടമാണ് സന്തോഷമാണ് എൻ്റെ പ്രിയമുള്ളവരെ തോന്നിയത്. എൻ്റെ പ്രിയമുള്ളവരെ പറയാൻ, ആ ജമ്മു കാശ്മീരിലെ മനുഷ്യരെക്കുറിച്ച്, അവിടുത്തെ മുസ്ലിമീങ്ങളെക്കുറിച്ച്, അവിടുത്തെ ആ ഒരു വലിയ അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ കണ്ണ് നിറഞ്ഞു പോയി. പല ആളുകളും പറയുന്നുണ്ട് അവിടുത്തെ മുസ്ലിമീങ്ങൾ അക്രമികളാണ്, അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ വളരെയധികം മോശമായിട്ട് പറയുമ്പോൾ, ചിത്രീകരിക്കുമ്പോൾ നിങ്ങൾ ഇതൊന്ന് കേൾക്കണം. നമുക്ക് ആ ഒരു വാക്യത്തിലേക്ക്, അവിടുത്തെ സഹോദരങ്ങൾ പറയുന്ന വാക്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അവിടുത്തെ നമ്മളുടെ ഗൈഡൊക്കെ ആയിരുന്ന ആളുകൾ, അവർ പെട്ടെന്ന് തന്നെ, അവർ നമ്മളെ സംബന്ധിച്ച് ഇതൊരു ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ നമ്മൾ കേട്ടത് വാർത്തയിൽ വായിച്ചിട്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് അവർക്കിത് മനസ്സിലായിട്ടുണ്ടാവും. അവർ പെട്ടെന്ന് ഞങ്ങളെ പാക്കപ്പ് ചെയ്യാണ് ചെയ്ത്, അവർ ഞങ്ങളെ കവർ ചെയ്തിട്ട്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മൊത്തം ഞങ്ങളെ കവർ ചെയ്തിട്ട് നിങ്ങൾ വേഗം വണ്ടിയിലേക്ക് കയറുന്ന പറഞ്ഞിട്ട്, യഥാർത്ഥത്തിൽ അവർ ഞങ്ങൾക്ക് നല്ല സേഫ്റ്റിയാണ് ഒരുക്കി തന്നത്. അവിടുത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു സ്നേഹവും അവരുടെ എന്താ പറയുക, അവരുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ അതിനുശേഷം വല്ലാതെ പ്രയാസപ്പെട്ടു. കാരണം പെട്ടെന്ന് നമുക്ക് റൂമിലേക്ക് വരേണ്ടി വന്നു. പിന്നെ ഇന്നലെ ഞങ്ങൾ ഏതാണ്ട് ഒരു 16 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ജമ്മു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. അവിടുത്തെ നാഷണൽ ഹൈവേ ബ്ലോക്ക് ആയതുകൊണ്ട് മുഗൾ റോഡ് എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ടാണ് വന്നത്. രാവിലെ 5:30 മണിക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതുവരെ ഞങ്ങൾ ഭക്ഷണം പോലും കഴിച്ചില്ല. ഞങ്ങൾക്കൊന്ന് ഫ്രഷപ്പ് ആവാനൊക്കെ ഒന്നും കഴിഞ്ഞില്ല. ഞങ്ങൾ രാത്രി 9 മണിക്കാണ് ഞങ്ങൾ ജമ്മു റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഒരു ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് ഞങ്ങൾ വന്നത്. പക്ഷെ വരുന്ന വഴിയിലൊക്കെ അവിടെയുള്ള ആളുകൾ, കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, എന്നാലുമുള്ള ആളുകൾ അവിടെ വെള്ളമൊക്കെ ആയിട്ട് ഞങ്ങളെ സഹായിക്കാൻ, വരുന്ന ആളുകളെ മുഴുവൻ സഹായിക്കാനായിട്ടുള്ള അവിടുത്തെ ആളുകളുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് അവരുടെ, ഇപ്പോൾ ഞങ്ങൾ വന്ന വാഹനത്തിലെ ഡ്രൈവർ സഫർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സഫർ ഞങ്ങളോട് പറഞ്ഞത് അയാൾക്ക് 3 ടൂറിസ്റ്റ് ട്രിപ്പ് ഓൾറെഡി ക്യാൻസലായി ഈ ഒരു സംഭവത്തോടു കൂടി. അവിടെ ആയിരക്കണക്കിന് മലയാളികളുണ്ട്. ഞങ്ങൾ ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നായിട്ട് അവരെ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബൈസൺ എന്ന് പറയുന്ന സ്ഥലത്ത് എണ്ണിയാലൊടുങ്ങാത്തത്ര ആളുകളുണ്ട്. കാശ്മീരിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ്. അപ്രതീക്ഷിതമായ ഒരു സംഭവം ഉണ്ടായപ്പോൾ എല്ലാവരും പാനിക്കായി. ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ, ഞാനും ഫാമിലിയിൽ പോലും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു സാഹചര്യം. പക്ഷേ അവിടുത്തെ ജനങ്ങളുണ്ടല്ലോ, അവരെ നമ്മൾ ചേർത്ത് പിടിക്കാനാണ്. കാരണം നമ്മൾ വാർത്തകളിലൊക്കെ വായിക്കുന്ന, പിന്നീട് ന്യൂസുകളിലൊക്കെ നമ്മൾ കണ്ടതും അവിടെയുള്ള ആളുകളൊക്കെ സംസാരിക്കുമ്പോഴും അവരൊക്കെ ഈ ഭീകരവാദത്തിനെതിരാണ് യഥാർത്ഥം. അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ നല്ല വിശ്വാസികളാണ്, അവർക്ക് അവരുടെ മതവിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ അവർ കാശ്മീരിൻ്റെ കൂടെയാണ്, ഇന്ത്യയുടെ കൂടെയാണ്. ഞങ്ങൾ സംസാരിച്ച എല്ലാ ആളുകളും അവർക്ക് ഈ നാട് സമാധാനത്തോടു കൂടി നിലനിൽക്കണം. അവരൊക്കെ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം 2019 ശേഷം ഇത്തരമൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടുത്തെ ഞങ്ങൾക്ക് തോന്നിയൊരു പ്രധാന പ്രശ്നം, ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് പോകുന്ന വഴിയിലൊക്കെ ഒരു 50 മീറ്റർ ഡിഫറൻസിൽ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പെഹൽഗാമിൽ ഒരു സൈനിക സംവിധാനങ്ങളോ, ഒരു പെഹൽഗാം മേഖലയിൽ അവിടെ വലിയ തിരക്കാണ് വിനോദസഞ്ചാരികൾ, പക്ഷെ അവിടെ ഒരു ഒരു സംവിധാനം ഉണ്ടായില്ല. ഇത് പെട്ടെന്ന് അവിടെ എത്തി. പക്ഷെ നിമിഷ നേരം കൊണ്ട് സംവിധാനങ്ങളൊക്കെ അവിടെ എത്തി. പക്ഷെ അത് നേരത്തെ ഇല്ല. ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ എവിടെയും നമുക്ക് ഈ സൈനികരെ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല. ആ ട്യൂലിപ്പ് ഗാർഡൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മറ്റു പല കേന്ദ്രങ്ങളിലും ധാരാളം പട്ടാളക്കാരുണ്ട്. പക്ഷേ ഈ പഹൽഗാമിൽ പട്ടാളക്കാരുടെ സാന്നിധ്യം ഈ ഇഷ്യൂ വരുന്നത് വരെ നമുക്ക് അങ്ങനെ കാണുമായിരുന്നില്ല. അതിനുശേഷം ധാരാളം പട്ടാളക്കാരെ. അപ്പം അത് അവിടെ ഒരു മുൻകരുതലിൻ്റെ കുറവുണ്ടോ എന്ന് തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ ഈ സംഭവം കേട്ട് കാണും അല്ലേ? അവിടെ പോയ അവിടുത്തെ ജനങ്ങൾ പറയുന്ന, അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥകളാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത്. മനസ്സിലാക്കണം, ഇതാണ് പരിശുദ്ധമായ ദീൻ, പരിശുദ്ധമായ ഇസ്ലാം. മനുഷ്യരുടെ ഹൃദയത്തിൽ നന്മകൾ വിതറാനാണ് പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ മനസ്സിനകത്ത് നന്മ നൽകട്ടെ, നല്ലത് പറയാനും ചിന്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.